കോടാനിക്കോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന ഈ അത്ഭുതകരമായ ലോകത്തിന്റെ സൃഷ്ടിക്കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ മുത്തറ റസൂലിനെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ സാധിക്കുക? കാരണം എന്നെയും എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ലോകത്തിലെ സർവ്വ ജീവിതാംഗങ്ങളുടെയും സൃഷ്ടിക്ക് പോലും കാരണം ആ മുത്തറ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു, ലൗലാ കലിമ ഖലഖ്തൽ അഖ്ലാം, നബിയെ അങ്ങില്ലായിരുന്നെങ്കിൽ നാം ഈ ലോകത്തെ പോലും സൃഷ്ടിക്കില്ലായിരുന്നു എന്നാണ്. സഹോദരന്മാരെ, അവസാനം ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രത്തിൽ പറഞ്ഞ ആ മുത്തറ റസൂലിനെ അതിനെ സ്നേഹിക്കാൻ നാം ഓരോരുത്തരും ബാധ്യരാണ്. മഹ്ശറാവൻ സഭയിൽ കത്തിജ്വലിക്കുന്ന സൂര്യന് മുന്നിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന മനുഷ്യർ ആദം നബി അലൈഹിസ്സലാം മുതൽ സർവ്വ നബിമാരുടെയും സന്നിധിയിൽ രക്ഷ ആവശ്യപ്പെടുമ്പോഴും അവർക്കെല്ലാം രക്ഷകനായിരിക്കുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണെന്ന് സത്യം നമ്മെ കൂടുതൽ ആവശ്യപ്പെടുകയാണ്. സഹോദരന്മാരെ, അറേബ്യയുടെ മണൽപ്പരപ്പിൽ ഖുറൈശികളുടെ ഭീഷണികൾക്ക് മധ്യേ അല്ലാഹുവിന്റെ സർവ്വം സമർപ്പിച്ച തിരുനബിയോട് സ്നേഹിക്കാൻ അർഹനായ ആരാണ് ഈ ലോകത്തുള്ളത്? തിരുനബിയോട് സ്വഹാബിമാർക്കുണ്ടായിരുന്ന സ്നേഹത്തിന് അതിലായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ പ്രവർത്തിക്കലായിരുന്നു അവരുടെ ശൈലി. തിരുനബിയോടുള്ള സ്നേഹത്തിന് മുന്നിൽ സ്വന്തം ശരീരം കഷ്ണം കഷ്ണമാക്കി മുറിക്കപ്പെട്ടാലും അവർക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നു. ബദറിന്റെ സമയത്ത് തിരുനബിയോട് അൻസാരികളുടെ തലവനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യങ്ങൾ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ഉল্ലേഖനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്